ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ +1 ക്രിസ്മസ് എക്സാം അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. ഇത് കഴിഞ്ഞ വർഷം, അതായത് 2022 നടന്നിട്ടുള്ള ക്രിസ്മസ് എക്സാമിൻ്റെ ചോദ്യ പേപ്പറിൻ്റെ ഡിസ്കഷനായിരുന്നു. ഇത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരുന്നു. ആ സമയത്ത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് കാണാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്രാവശ്യത്തെ എക്സാമിന് തീർച്ചയായും യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 9 ചോദ്യങ്ങളോളം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന് കൃത്യമായി മാർക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? ഇതേപോലെ തന്നെ നിങ്ങൾക്ക് 2, 3, 4, 5, 8 മാർക്കുകൾക്കുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ്, വെൽക്കം. ഒന്നാമത്തെ ചോദ്യം, വിഡ്രോവൽ ഓഫ് മണി ഓർ ഗുഡ്സ് ബൈ ദ പ്രൊപ്രൈറ്റർ ഫ്രം ദ ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ, ഡ്രോയിങ്, എക്സ്പെൻസസ്, ലോസ്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡ്രോയിങ്സ് ആണ്. നമ്മൾ പ്രൊപ്രൈറ്റർ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഫീസിൽ നിന്ന് പണം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗുഡ്സ് എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഡ്രോയിങ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ശരിയായിട്ടുള്ളവർക്കാണ് കൺഗ്രാജുലേഷൻസ്. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ കറക്റ്റ് ഉത്തരം മനസ്സിലാക്കുക. പേഴ്സണൽ യൂസിന് എടുക്കുന്ന ഗുഡ്സ് ഓർ ക്യാഷ് അത് ഡ്രോയിങ്സ് ആണ്, തെറ്റിക്കരുത്. അടുത്ത എക്സാമിന് ശരിയാക്കി എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേർണൽ ഈസ് കോൾഡ്. നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസിൽ ജേർണൽസിൽ എഴുതി വെക്കുന്നതിനെ പറയുന്ന പേരെന്ത്? കോസ്റ്റിംഗ്, പോസ്റ്റിംഗ്, ബാലൻസിങ്, ജേർണലൈസിങ്. ശരിയായ ഉത്തരം ജേർണലൈസിങ്, ഓപ്ഷൻ ഡി. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് കാര്യം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ലെഡ്ജറിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റിംഗ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ശരിയായത് ഏത്? ഇൻക്രീസസ് ഇൻ അസറ്റ് ഈസ് ക്രെഡിറ്റഡ്, ഡിക്രീസ് ഇൻ ലയബിലിറ്റീസ് ഈസ് ഡെബിറ്റഡ്, ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ഈസ് ഡെബിറ്റഡ്, ഡിക്രീസ് ഇൻ റവന്യൂസ് ക്രെഡിറ്റഡ്. ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ലയബിലിറ്റീൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലാണ് അതിനെ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ലയബിലിറ്റീൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, വെൻ ദ ലയബിലിറ്റി വാല്യൂസ് ഡിക്രീസസ് നമ്മൾ അതിനെന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡിക്രീസസ് in liability is debited. Option B, right answer. Next, fourth question. The cash sales of good is recorded in sales book, cash book, sales return book, purchases book. ഏത് ബുക്കാണ്? നമ്മൾ ക്യാഷ് സെയിൽസ് ആണ്. സെയിൽസ് നടത്തി നമുക്ക് ക്യാഷ് കിട്ടുകയാണ്. അത് നമ്മൾ ഏത് ബുക്കിലാണ് എടുക്കുക? നമ്മൾ സ്പെഷ്യൽ ജേർണൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് ക്യാഷ് ബുക്കാണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ക്യാഷ് ബുക്ക്. അടുത്ത ചോദ്യം, the fifth question, unfavorable bank balance indicates deposit balance in cash book, credit balance as per bank statement, debit balance in cash book, credit balance in the cash book. അപ്പോൾ നന്നായി കേട്ടോളൂ. അൺഫേവറബിൾ ബാങ്ക് ബാലൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്കാണ്. അതായത് ഡെബിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് ആയിരിക്കും എന്ത്? അൺഫേവറബിൾ എന്നല്ല പറയുന്നത്. അപ്പോൾ പാസ്ബുക്കിൽ അൺഫേവറബിൾ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഡെബിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് എന്ന് പറയുന്നതാണ് എന്ത്? അൺഫേവറബിൾ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡെബിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് എന്ന് തന്നിട്ടില്ല. അതിന് പകരം എന്ത് തന്നിട്ടുണ്ട്? ക്രെഡിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്ക് എന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് നമുക്ക് തന്നിട്ടുള്ളത് വെച്ചിട്ടാണ് കറക്റ്റ് ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്കാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്രെഡിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്ക്. അടുത്ത ചോദ്യം, ദ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ടു ചെക്ക് ദ അരിത്മാറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട് ഈസ്. അതായത് നമ്മുടെ അക്കൗണ്ട്സിൻ്റെ അരിത്മാറ്റിക്കൽ ആക്യുറസി എത്രമാത്രം ശരിയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്ന പേരെന്താണ്? ബാലൻസ് ഷീറ്റ്, ട്രയൽ ബാലൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ദ റൈറ്റ് ആൻസർ ഈസ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. എന്തിനു വേണ്ടി? നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട്സിന് എന്തോരം കൃത്യതയുണ്ട്, എന്തോരം അത് അരിത്മാറ്റിക്കലി ആക്യുറേറ്റ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ട്രയൽ ബാലൻസിൽ നിന്നാണ് ബാക്കി നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ബാലൻസ് ഷീറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള
ഐറ്റമും അതിൻ്റെ വാല്യൂ ഒക്കെ എടുത്ത് എഴുതുന്നത്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഉത്തരം ശരിയായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 7ാമത്തെ ചോദ്യം, ദ റോങ് ബാലൻസിങ് ഓഫ് ക്യാഷ് ബുക്ക് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. നമ്മൾ പലതരത്തിലുള്ള എറേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറർ. സോ ഈ ബാലൻസിങ് ക്യാഷ് ബുക്കിൽ ബാലൻസിങ് റോങ് ആയപ്പോൾ റോങ് ബാലൻസിങ് ഓഫ് ക്യാഷ് ബുക്ക് ഏത് തരത്തിലുള്ള എക്സാമ്പിളിന്, ഏത് തരത്തിലുള്ള എററിനുള്ള എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ ദ റൈറ്റ് ആൻസർ ഈസ് എറർ ഓഫ് കമ്മീഷൻ ആണ്. ഓക്കെ, എറർ ഓഫ് കമ്മീഷൻ ആണ് ഈ റോങ് ബാലൻസിങ് ഓഫ് ക്യാഷ് ബുക്കിന് ഉള്ള കറക്റ്റ് എക്സാമ്പിൾ. ക്ലിയർ ആണല്ലോ? അതായത് എറർ ഓഫ് കമ്മീഷൻ്റെ കറക്റ്റ് എക്സാമ്പിൾ ആണെന്ത്? റോങ് ബാലൻസിങ് ഓഫ് ക്യാഷ് ബുക്ക്. റെഡി അല്ലേ? സോ 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. ആൻഡ് 8ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പെർമനൻറ്റ് ആൻഡ് ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് കോൾഡ്. അതായത് നിരന്തരമായതും വളരെ പതുക്കെയുള്ളതുമായിട്ടുള്ള ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂവിലെ ഡിക്രീസിനെ വിളിക്കുന്ന പേരെന്താണ്? അപ്രിസിയേഷൻ, ഡിപ്രിസിയേഷൻ, സ്ക്രാപ്പ് വാല്യൂ, അമോർട്ടൈസേഷൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വാല്യൂ ഡിക്രീസ്, ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്രിസിയേഷൻ. ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ അടുത്ത എക്സാമിന് നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് പറയും മിസ്സേന്ന് പലരും മനസ്സുകൊണ്ട് പറയുന്നത് എനിക്ക് കേൾക്കാം, അതുകൊണ്ട് പറയുന്നതാണ്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, 1 മാർക്കിൻ്റെ അവസാനത്തെ ചോദ്യം. ഇത് പലരെയും ഒന്ന് കുടുക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. അണ്ടർ ദ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ചാർജ്ഡ്. അതായത് ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ, ഇപ്പോൾ ഫിക്സഡ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണെങ്കിൽ എല്ലാ വർഷവും ഒരേ വാല്യൂ എന്നായിരിക്കും എന്ത് വരിക? ഡിപ്രിസിയേഷൻ ആയിട്ട് വാല്യൂ ആയിട്ട് വരിക. പക്ഷേ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഓരോ വർഷവും ഓരോ എമൗണ്ട് ആയിരിക്കും വരിക. അപ്പോൾ ആ ഒരു വാല്യൂ ഒരുപോലെ ഇരിക്കുമോ, ഓരോ വർഷം കഴിയുമ്പോൾ കൂടുമോ, അതോ കുറയുമോ, അതോ മാറ്റമില്ലാതെ ഇരിക്കുമോ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഡിക്രീസസ് എവ്രി ഇയർ. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, സോ ദ 9th ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡിക്രീസസ് എവറി ഇയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം, ഇത് ഇങ്ങനെയല്ലല്ലോ മിസ്, ഇതിൻ്റെ ഉത്തരം ഇങ്ങനെയല്ലേ, അങ്ങനെയൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ കേട്ടോ. ഫീൽ വെരി ഫ്രീ ടു ആസ്ക്. കുഴപ്പമില്ല, ചിലപ്പോൾ എനിക്ക് തെറ്റിയാലോ, പറയാൻ പറ്റില്ല, ആരും എല്ലാം അറിഞ്ഞിരിക്കുന്ന ആളുകളല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാം. നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള ഡിസ്കഷൻസ് നടക്കാം. ഹെൽത്തി ഡിസ്കഷൻസ് ഒക്കെ വളരെ നല്ലതാണ്. ഓക്കെ, റെഡി. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഇന്ന് നടന്ന ക്രിസ്മസ് എക്സാമിൻ്റെ അക്കൗണ്ടൻസി +1 അക്കൗണ്ടൻസിയുടെ 1 മാർക്കിൻ്റെ 9 ചോദ്യങ്ങൾ. റെഡിയല്ല? അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 9 മാർക്കൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ വെരി സക്സസ് ഫോർ യുവർ എക്സാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.